നമസ്കാരം സ്റ്റുഡൻസ്. എൻ്റെ പേര് ശ്രാവൺ എന്നാണ്. ഞാനിവിടെ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് JEE മെയിൻസിനായാലും JEE അഡ്വാൻസിനായാലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു റീജിയനാണ്. അതായത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം എന്ന് പറയും. നിങ്ങളിപ്പം ഇവിടുന്ന് +1 +2 കഴിഞ്ഞ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി കഴിഞ്ഞാലും അവിടെയും ഇതേ സംഭവം തന്നെ പഠിക്കാനുണ്ടായിരിക്കും. നമ്മളിപ്പം ഒരു ജോലിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ പോലും അവിടെയും ഈ ടോപ്പിക്കിനകത്ത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. നമ്മളിപ്പോൾ സപ്പോസ് നിങ്ങളൊക്കെ ഇപ്പം പല ബ്രാഞ്ചസിലായിരിക്കും പഠിക്കാൻ പോകുന്നത്. മെക്കാനിക്കലോ ഓട്ടോമൊബൈലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോ അങ്ങനെ പല ബ്രാഞ്ചിൽ പോകും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും വരും. ഇപ്പോൾ ഇലക്ട്രോണിക്സിനകത്തും വരും, മെക്കാനിക്കലിലും വരും, എല്ലായിടത്തും മാനുഫാക്ചറിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ്ങിനകത്ത് വരുമ്പോഴത്തേക്ക് ഇപ്പം നമുക്കിപ്പോൾ ഒരു ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ നമുക്കിപ്പം കോൺക്രീറ്റ് അല്ലാതെ നമ്മളിപ്പോൾ ഒരു മെറ്റാലിക് ബ്രിഡ്ജൊക്കെ ഇല്ലേ, മറ്റേ ഹാങ്ങിങ് ബ്രിഡ്ജസ്. അപ്പം അതുപോലുള്ള ഹാങ്ങിങ് ബ്രിഡ്ജസിനകത്ത് നമ്മളിപ്പം ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം. അപ്പം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല മെറ്റീരിയലുണ്ട്. ഇപ്പോൾ സ്റ്റീലിനകത്ത് തന്നെ നമ്മളെപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയും. അല്ലാതെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സ്റ്റീലിനകത്ത്. മൈൽ സ്റ്റീലുണ്ട്, അങ്ങനെ തന്നെ പല ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട്. കോപ്പർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ എന്തുവാണോ ഉണ്ടാക്കാൻ പോകുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു ബ്രിഡ്ജാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ ക്രെയിനകത്തെ വയർ, അപ്പം അതിനകത്തൊക്കെ ഏത് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യണം, നമുക്ക് എത്ര ലോഡ്. ഇപ്പോൾ നമ്മൾ ക്രെയിൻ അറിയാം. ക്രെയിൻ എന്തോ യൂസ് ചെയ്യുന്നത്? ക്രെയിൻ നമുക്ക് ഹെവി ഒബ്ജക്ട്സ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രെയിനകത്തൊരു റോപ്പുണ്ട്. ആ റോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിങ്ങനെ ചുറ്റി വെച്ചേക്കുന്ന റോപ്പാണ്. അപ്പം നമുക്ക് എത്ര ലോഡ് എടുക്കണം നമുക്കറിയാം. ചില ക്രെയിനകത്ത് ഇത്ര ലോഡ് എടുക്കാകത്തുള്ളൂ, ഇപ്പോൾ 1000 കിലോയെ പറ്റത്തുള്ളൂ. ചില ക്രെയിൻ 10000 കിലോ പറ്റും. അപ്പോൾ നമുക്ക് എത്ര ലോഡ് എടുക്കണം എന്നനുസരിച്ചിട്ട് നമ്മൾ ആ മെറ്റീരിയൽ സെലക്ട് ചെയ്യണം. ഏത് മെറ്റീരിയലാണോ ആ റോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്, ആ മെറ്റീരിയൽ സെലക്ട് ചെയ്യണം. അപ്പം അത് സെലക്ട് ചെയ്യാനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു കർവാണ് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ്. I'll write that, stress strain curve. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയണം. കാരണം സ്ട്രെസ് എന്താ, സ്ട്രെയിൻ എന്താ, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഐഡിയ തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ആദ്യം എന്തെങ്കിലും ഒരു ബ്ലോക്ക് എടുക്കാം. ഒരു ക്യൂബ് എടുത്തു. അപ്പോൾ ആ ക്യൂബ് ഇപ്പോൾ ഒരു ഗ്രൗണ്ടിനകത്ത് ഇരിക്കുകയെന്ന് വെച്ചോ. ഗ്രൗണ്ടിനകത്ത് ക്യൂബ് ഇരിക്കുന്നു. ഇവിടെ ഇപ്പം ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ സപ്പോസ് ഈ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത്ര സോൾഡ് ഒന്നും അല്ല, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, കുറച്ച് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റബ്ബർ ബാൻഡൊക്കെ എടുത്താൽ എന്ത് പറ്റും, നമ്മൾ വലിച്ചിട്ട് വിടുമ്പോൾ എന്ത് പറ്റും, അത് തിരിച്ച് അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനിലോട്ട് വരത്തില്ലേ. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പം സ്ട്രെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, വാട്ട് ഈസ് സ്ട്രെസ്, നമ്മളിപ്പം സിഗ്മ ഒക്കെയാണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. സ്ട്രെസ്സിൻ്റെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ ഇപ്പം നോക്കിയേ, ഇതാണ് എൻ്റെ സർഫസ്. ഇതൊരു ക്യൂബാണ്. 3D ഞാൻ ഇപ്പം വരയ്ക്കുന്നില്ല, ഒരു ക്യൂബാണ്. അപ്പോൾ ക്യൂബിൻ്റെ ഇതാണ് സർഫസ് എന്ന് പറയുന്നത്. ഈ സർഫസിനകത്താണ് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? സർഫസിനെ വെച്ച് നോക്കുമ്പം പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ F പെർപെൻഡിക്കുലർ എന്ന് പറയും. F പെർപെൻഡിക്കുലർ ബൈ ഏരിയ. ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ നോക്കിയേ, സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടിട്ട്, സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ സെയിം ഫോഴ്സ് രണ്ട് സൈഡിനകത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് ബോഡിക്ക് എന്താവാനാണ് ടെൻഡൻസി, അതായത് ബോഡിയുടെ ലെങ്ത്, അതായത് ഈ കാണുന്ന ഞാനിപ്പം സൈഡ് ലെങ്ത് ക്യൂബ് അല്ലേ, അപ്പോൾ ക്യൂബിൻ്റെ സൈഡ് A എന്നെടുത്തെന്ന് വെച്ചോ. ക്യൂബിൻ്റെ സൈഡ് A എന്നെടുത്തിട്ട് ഞാൻ ഈ ഫോഴ്സ് കൊടുത്താൽ എന്ത് പറ്റും? ലെങ്ത് കൂടും. അപ്പം ഈ ഫോഴ്സിന് വരുന്ന പേരാണ് ടെൻസൈൽ ഫോഴ്സ്.
ടെൻസൈൽ ഫോഴ്സ് എന്നാണ് അതിന് പറയുന്നത്. കാരണം അതിൻ്റെ എഫക്റ്റ് കൊണ്ടിട്ട് ആ ബോഡിയുടെ ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷന് കൊടുത്തെന്ന് വെച്ചു, ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല. ഓപ്പോസിറ്റ് ഡയറക്ഷനകത്ത് ഫോഴ്സ് കൊടുത്താൽ എന്ത് പറ്റും? ബോഡി കംപ്രസ് ആവും. അപ്പം ആ സമയത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയും. സോ ബേസിക്കലി ഈ ടെൻസൈൽ ഫോഴ്സും കംപ്രസീവ് ഫോഴ്സിനും കൂടെ ചേർത്ത് നമ്മൾ ഒരൊറ്റ പേരാണ് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഫോർമുല ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. സോ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണ് ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും. So basically stress is equal to what? Force divided by area of cross section in which the force is applied. അതാണ് ഫോർമുല എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ. ഇനി അടുത്ത ടേം എന്ന് പറയുന്നതാണ് സ്ട്രെയിൻ. സോ സ്ട്രെയിന് നമ്മൾ പല പല സിമ്പിൾ യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ എഫ്സിലോൺ ഈ സിമ്പിൾ യൂസ് ചെയ്യുകയാണ് സ്ട്രെയിൻ. സോ സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി റിലേറ്റീവ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്ട്രെയിൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്നാണ് സ്ട്രെയിനിൻ്റെ ഡെഫിനിഷൻ. സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്. അത് നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഈ ബ്ലോക്കിൻ്റെ കേസിനകത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എന്തോ പറ്റിയത്? ഈ കാണുന്ന സൈഡിനകത്തെ ലെങ്ത് ഇനിഷ്യലി എ ആയിരുന്നു. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്ത് പറ്റി? ആ ലെങ്ത് കൂടി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം ആ ഫിഗർ. നമ്മുടെ ബ്ലോക്ക് ക്യൂബായിരുന്നു, സൈഡ് ലെങ്ത് എ ആയിരുന്നു. ഞാനിവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തു, എഫ് പെർപെൻഡിക്കുലർ. ഇത് അപ്ലൈ ചെയ്തതിൻ്റെ എഫക്റ്റ് കൊണ്ടിട്ട് എന്ത് പറ്റി? ഈ ക്യൂബിൻ്റെ ആ സൈഡിനകത്തെ ലെങ്ത് കൂടി. സോ ഇവിടെ എങ്ങനെ കൂടിയത്? എ പ്ലസ് ഡെൽറ്റ എ. ഡെൽറ്റ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചേഞ്ച്, അതാണ് ഡെൽറ്റ എ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്ട്രെയിൻ, ഇവിടുത്തെ കേസിനകത്ത് സ്ട്രെയിൻ എങ്ങനെ എഴുതാൻ പറ്റും? സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്, അതായത് ഫൈനൽ ലെങ്ത് മൈനസ് ഇനിഷ്യൽ ലെങ്ത്. ഫൈനൽ ലെങ്ത് എന്താ? എ പ്ലസ് ഡെൽറ്റ എ മൈനസ് ഇനിഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത്. അപ്പോൾ ഈ എയും കട്ടായിട്ട് ബാക്കി എന്ത് വരും? ഡെൽറ്റ എ ബൈ എ എന്ന് വരും. സോ സ്ട്രെയിൻ്റെ ഫോർമുല ഇവിടെ ഇപ്പം ചേഞ്ച് ഇൻ ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്ത് പറയാം? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇനി ചില കേസസിനകത്ത് ഏരിയ മൊത്തത്തിൽ ചേഞ്ച് ആവും. അപ്പോൾ എന്ത് പറയാം? ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ. ചില കേസസിനകത്ത് നമുക്ക് വോളിയം ചേഞ്ച് ആവും. വോളിയം ചേഞ്ച് ആകുമ്പം ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം എന്ന് പറയും. സോ ഇതാണ് ബേസിക്കലി സ്ട്രെസ്സും സ്ട്രെയിൻ എന്നും പറയുന്നത്. സ്ട്രെസ്സും സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ബോഡി അതിൻ്റെ നാച്ചുറൽ ലെങ്ത്തിൽ തിരിച്ചു വരുന്നു. ആ പ്രോപ്പർട്ടിക്ക് പറഞ്ഞ പേരാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു പ്രോപ്പർട്ടിയും കൊണ്ട് പ്ലാസ്റ്റിസിറ്റി. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലേ മോൾഡ് ചെയ്യത്തില്ലേ? നമ്മൾ ക്ലേ എടുത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കും. ആ ഷേപ്പ് കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ എന്ത് പറ്റും? സോൾഡിഫൈ ആവും, അതായത് കട്ടിയാവും. പിന്നീട് അത് അതിൻ്റെ നാച്ചുറൽ ഷേപ്പിലോട്ട് പോകത്തില്ല. നമ്മൾ ഏത് ഷേപ്പാണോ ഉണ്ടാക്കി വെച്ചത് അതിനെ ഡീഫോം ചെയ്ത് ഒരു ഷേപ്പ് ഉണ്ടാക്കി വെച്ച്, നമ്മളിപ്പോൾ എന്തോട്ടെ കലം പോട്ടൊക്കെ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് പറ്റും? അതങ്ങ് സെറ്റാവും. അതായത് പെർമനൻ്റ്ലി അതിനകത്തൊരു ഡീഫോർമേഷൻ സംഭവിച്ചു. അതിനുശേഷം അതിൻ്റെ ഇനിഷ്യൽ ഫോമിലോട്ട് തിരിച്ച് വരത്തില്ല. ആ പ്രോപ്പർട്ടിക്ക് പറഞ്ഞ പേരാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് ആ സ്ട്രെസ് സ്ട്രെയിൻ, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് പറയാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം. സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, ഒരു ഗ്രാഫ് ആകുമ്പോഴത്തേക്ക് വൈ ആക്സിസും കാണും, എക്സ് ആക്സിസും കാണും. വൈ ആക്സിനകത്ത് നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് സ്ട്രെസ് ആയിരിക്കും. ഇനി എക്സ് ആക്സിസിനകത്തായിരിക്കും നമ്മൾ സ്ട്രെയിൻ എടുക്കുന്നത്. സോ ഞാനിപ്പോൾ വരയ്ക്കുവാണ് കർവ്. ഫസ്റ്റ് നമുക്ക് വരയ്ക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ,
സോ ദിസ് ഈസ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സോ വൈ ആക്സിസിനകത്ത് സ്ട്രെസ്സാണ്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആസ് പ്രഷർ തന്നെയാണ്, പാസ്കൽ. ഇനി സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിനകത്താണ്. സ്ട്രെയിൻ ഇപ്പം ഈ കർവിനകത്ത് നമ്മൾ കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് കാണിച്ചേക്കുന്നത്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിമെൻ്റൽ റിസൾട്ടാണ്. ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു എക്സ്പീരിമെൻ്റൽ റിസൾട്ടാണ്. എക്സ്പീരിമെൻ്റ് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു മൈൽഡ് സ്റ്റീൽ റോഡ് എടുക്കും. ഒരു മൈൽഡ് സ്റ്റീൽ വെച്ചാൽ മെറ്റീരിയലാണ്. ഇതുപോലൊരു സിലിണ്ടറിക്കൽ റോഡ് എടുക്കും. ഈ റോഡിനകത്ത് നമ്മൾ ഒരെൻഡ് ഫിക്സ്ഡ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതായത് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ട്, കോൺസ്റ്റൻ്റ് അല്ല ഇൻക്രീസിങ് ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ റോഡ് ഇലോങ്ങേറ്റ് ചെയ്ത് ഫൈനലി എന്ത് പറ്റും, പൊട്ടും. അപ്പം അതിനിടയ്ക്ക് നടക്കുന്ന എന്തൊക്കെ പ്രോസസ്സാണ്, അതാണ് ഈ ഫിഗറിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ഗ്രാഫിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് എന്ത് കൂടും, ഈ കാണുന്ന സ്ട്രെസ്സ് കൂടും. ഇതിൻ്റെ ലെങ്ത് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് സ്ട്രെയിനും കൂടും. അപ്പം അതാണ് ഈ ഫിഗറിനകത്ത് നമ്മൾ കാണുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് അനലൈസ് ചെയ്യാം. സോ സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിനകത്ത് എന്തുവാ, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല, സ്ട്രെയിനും ഇല്ല, 0. നൗ ഇഫ് യു കൺസിഡർ റീജിയൻ OA, നമ്മൾ ഈ O തൊട്ട് A വരെയുള്ള റീജിയൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാവും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫാണ്. നിങ്ങൾ പല ടൈപ്പ് ഗ്രാഫ്സ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം O to A എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ഒറിജിൻ. അതുകൊണ്ട് തന്നെ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സോ ഈ ഒരു പ്രോപ്പർട്ടി, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്നതാണ്. അത് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ട് ഹൂക്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത്. എന്നിട്ട് പുള്ളി അതിനൊരു നെയിം ഇട്ടു, ഹൂക്സ് ലോ. സോ അക്കോർഡിംഗ് ടു ഹൂക്സ് ലോ, സ്ട്രെസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടെങ്കിൽ അറിയാം എന്ത് പറ്റും, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ കോൺസ്റ്റന്റ് എഴുതുവാണ്, സ്ട്രെസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ. ഈ കോൺസ്റ്റന്റ് K, ഈ കോൺസ്റ്റന്റ് പറഞ്ഞ പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ എന്താണ് എൻ്റെ ഫോർമുല മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ? നോക്കിയേ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സോ അതാണ് നമ്മൾ കാണിച്ചേക്കുന്ന റീജിയൻ OA. OA എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പോയിന്റിനകത്ത് സ്ലോപ്പ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും, യങ്സ് മോഡുലസ് കിട്ടും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞിട്ട് പഠിക്കാം. സോ ആദ്യം നമുക്ക് ഈ കർവ് എന്താണെന്ന് പഠിക്കാം. സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു സ്ട്രെയിൻ, വെയർ K ഈസ് കോൾഡ് ആസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പം A എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ ഈ കാണിച്ചേക്കുന്നത്, ഈ പോയിന്റ് ഒരു പേരുണ്ട്. ഇതിൻ്റെ പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയും. ഇപ്പം എന്ത് സംഭവിച്ചു, നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, കുറച്ച് നേരത്തേക്ക് എന്ത് പറ്റി, അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു സ്ട്രെസ്സും സ്ട്രെയിനും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ഫോഴ്സ് നിർത്തുന്നില്ല, ഫോഴ്സ് പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി അടുത്തത് ഫോഴ്സ് കൂട്ടി ഫോഴ്സ് കൂടുമ്പോൾ എന്ത് പറ്റും, സ്ട്രെസ്സും കൂടും. സ്ട്രെസ്സ് കൂടി പോയിന്റ് B വരെ എത്തി. ഈ B എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഫോഴ്സ് കൂട്ടി ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തി. സപ്പോസ് ജസ്റ്റ് അസ്യൂം 50 ന്യൂട്ടൺ വരെ ഞാൻ ഫോഴ്സ് കൊടുത്തെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ 50 ന്യൂട്ടൺ വിട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ ബോഡി ഇതിൻ്റെ നാച്ചുറൽ ലെങ്ത്, അതായത് റോഡ് നമ്മൾ തുടക്കത്തിൽ എടുത്തില്ലേ, ആ ലെങ്ത്തിലോട്ട് തിരിച്ചു വരും. നമ്മൾ ഫോഴ്സ് കൊടുത്തു, അത് ഇലോങ്ങേറ്റ് ചെയ്ത് മേളിൽ പോയി. ഇനി നമ്മൾ ആ ഫോഴ്സ് വിട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും, അത് തിരിച്ച് ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് എത്രയായിരുന്നോ ആ ലെങ്ത്തിൽ തന്നെ തിരിച്ചു വരും. അതാണ് ഈ പോയിന്റ് B വരെ ഉള്ള പ്രത്യേകത. O തൊട്ട് B വരെ നോക്കിക്കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് റീജിയൻ. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വിട്ട് കഴിഞ്ഞാലും തിരിച്ച് അത് അതിൻ്റെ നാച്ചുറൽ ലെങ്ത്തിനകത്ത് വരും. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ AB എന്ന് പറയുന്ന റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ല, പ്രൊപ്പോർഷണാലിറ്റി മാറിക്കഴിഞ്ഞു അവിടെ.
സ്ട്രെസ്സും സ്ട്രെയിനും എ ടു ബിനകത്ത് പ്രൊപ്പോർഷണൽ അല്ല. O തൊട്ട് എ വരെ പ്രൊപ്പോർഷണൽ ആണ്, പക്ഷേ എ തൊട്ട് ബി വരെ പ്രൊപ്പോർഷണൽ അല്ല. പക്ഷേ ബിനകത്ത് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് റിലീസ് ചെയ്താലും അത് തിരിച്ച് അതിൻ്റെ നാച്ചുറൽ ലെങ്തിനകത്ത് വരും. അപ്പം മൊത്തത്തിൽ നോക്കുമ്പം O തൊട്ട് ബി വരെ ഉള്ള റീജിയൻ എന്ന് പറഞ്ഞ പേരാണ് ഇലാസ്റ്റിക് റീജിയൻ. ഇലാസ്റ്റിക് റീജിയൻ അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വിട്ട് കഴിഞ്ഞാൽ ആ കർവ് റീട്രേസ് ചെയ്യും പാത്ത്, അങ്ങോട്ട് പോയ വഴി തന്നെ തിരിച്ച് വന്ന് ഇവിടെ ഒറിജിനകത്ത് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സ് പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൂട്ടി പോയിന്റ് സി വരെ എത്തി. ഇനി സീനകത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ കൊടുത്തേക്കുന്ന ഫോഴ്സ് ഒന്ന് റിലീസ് ചെയ്തു. അതായത് നമ്മളിപ്പം കൊടുത്തേക്കുന്ന ഫോഴ്സ് അങ്ങ് മാറ്റി. അപ്പോൾ എന്ത് പറ്റും, ബോഡി തിരിച്ചു വരും, പക്ഷേ അതിൻ്റെ നാച്ചുറൽ ലെങ്തിലോട്ട് വരത്തില്ല. അതായത് തുടക്കത്തിൽ ഒരു ലെങ്ത് ഉണ്ടായിരുന്നല്ലോ, ആ ലെങ്തിനകത്തോട് തിരിച്ചു വരത്തില്ല. കുറച്ച് പെർമനൻറ്റ് ഡീഫോർമേഷൻ നടന്നു. അത് ഇനിഷ്യലി 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്ത ലോഡ് വിട്ട് കഴിയുമ്പം അത് ചിലപ്പം 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഫുള്ള് കുറഞ്ഞ് അതിൻ്റെ നാച്ചുറൽ ലെങ്തിലോട്ട് വരത്തില്ല. സോ നമുക്ക് ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഒരു പേരുണ്ട്. ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ പേരായിരുന്നു ഈൽഡ് ലിമിറ്റ്. ഈൽഡ് ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. ഇലാസ്റ്റിക് ലിമിറ്റ് പോയിന്റ് ബിയുടെ പേരാണ്, സിയുടെ പേരല്ല. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് പിന്നെയും കൂട്ടി സീനകത്തെത്തി. സീനകത്ത് വെച്ച് ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് ആ പാത്ത് റീട്രേസ് ചെയ്യത്തില്ല. പകരം എന്ത് പറ്റും, അത് പുതിയൊരു പാത്തിൽ കൂടെ തിരിച്ചിവിടെ വരും. അപ്പം നോക്കിയേ, ഇതായിരുന്നു സ്റ്റാർട്ടിങ് പൊസിഷൻ. ഇനി നമ്മൾ ആ ഫോഴ്സ് കൂട്ടി സി വരെ പോയിട്ട് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഒരു പെർമനൻറ്റ് ഡീഫോർമേഷൻ നടന്നു കഴിഞ്ഞു. അതാണ് ഇവിടെ പെർമനൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇവിടെ O എന്നല്ലേ എടുത്തത്, ഈ പോയിന്റ് വേണമെങ്കിൽ P നടത്തോ. അപ്പോൾ പെർമനൻറ്റ് ഡീഫോർമേഷൻ നടന്നു. അതായത് നമ്മൾ ഈ റോഡിനകത്ത് ഒരു പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിൻ നടന്നു. അതായത് അതിനകത്ത് ലെങ്ത് കൂടി. അതാണ് കാണിച്ചേക്കുന്നത്. ഇനി എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ലോഡ് കൂട്ടുകയാണ്. ലോഡ് പിന്നെയും കൂട്ടി തുടങ്ങി. ലോഡ് കൂട്ടുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ചെറിയ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ലോഡിനകത്ത് ചേഞ്ച് വരുത്തുമ്പോൾ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്ന സ്ട്രെയിനകത്ത് ചേഞ്ച് എന്താണ്, നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ. നോക്കിയേ, ഇവിടെ നമ്മൾ ചെറുതായിട്ട് കൊടുക്കുന്ന ഫോഴ്സ് ചേഞ്ച് ചെയ്യുമ്പം തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിൻ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ വരുന്നു. അങ്ങനെ വന്ന് ഇവിടെ മാക്സിമം ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൂട്ടി ഇവിടെ ഒരു മാക്സിമം ഫോഴ്സ് എത്തും. ഇതാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതുവരെ ആ മെറ്റീരിയൽ എക്സ്പാൻഡ് ചെയ്യും. ഇനി എന്ത് പറ്റും, ഇനിയിപ്പം നെക്കിംഗ് എന്ന് പറഞ്ഞൊരു ഫിനോമിന ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല. അതായത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡ് വലിഞ്ഞ് ഇവിടെ ചെറുതായിട്ട് ഒരു തിന്നിങ് വരും. നടുക്ക് എക്സാക്ട് നടുക്കാണെന്നില്ല, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഡയമീറ്റർ ഇങ്ങനെ കുറഞ്ഞ് വരും. അതാണ് ഈ സ്ട്രെയിൻ പെട്ടെന്ന് കൂടുന്നത്. നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അത് ഇലോങ്ങേറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എന്താ, ആ നടുക്കത്തെ ഡയമീറ്റർ കുറഞ്ഞു, അത് വലിഞ്ഞു തുടങ്ങി. അങ്ങനെ കുറഞ്ഞ് മാക്സിമം വാല്യൂ എത്തുന്നതിനാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയും. ഇനി എന്ത് പറ്റും, ഇനി നമ്മളിപ്പം ഈ D to E റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സ് ചെറുതായിട്ടൊന്ന് കുറച്ചെന്ന് വെച്ചോ. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സ് ചെറുതായിട്ടൊന്ന് കുറച്ച് കഴിഞ്ഞാലും സ്ട്രെയിൻ നടന്നുകൊണ്ടിരിക്കും. അതായത് ഇത് വലിഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ ലെങ്ത് പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കുറച്ചാലും നമ്മളിതിൻ്റെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടി ഫൈനലി എന്ത് പറ്റും, ഈനകത്ത് എത്തുമ്പോഴത്തേക്ക് ഫ്രാക്ചർ പോയിന്റ് ആവും. അപ്പോൾ ഈനകത്താണ് അത് പൊട്ടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിനകത്ത് നടക്കുന്നത്. അതായത് ഒരു റോഡിനെ വലിച്ച് നമ്മൾ എവിടം വരെ പോയി, പ്രൊപ്പോർഷണൽ ലിമിറ്റ് കഴിഞ്ഞു, ഈൽഡ് ലിമിറ്റ് കഴിഞ്ഞു, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കഴിഞ്ഞു, പിന്നെ അത് പൊട്ടി. ഇതിനകത്ത് ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടോ, ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ട് ഇ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഇതിന് പറഞ്ഞ പേരാണ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ. പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ അതായത് ഇതിനിടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഫോഴ്സ് ഓഫ് ചെയ്ത്, നമ്മളെ സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഫോഴ്സ് നിർത്തി കഴിഞ്ഞാലും എന്ത് പറ്റും, നമ്മുടെ ബോഡി നാച്ചുറൽ ലെങ്തിനകത്ത് വരത്തില്ല, പെർമനൻറ്റ് ഡീഫോർമേഷൻ നടന്നു കഴിഞ്ഞു. സോ ഇത്രയും പോയിന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വരച്ച ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
മൈൽ സ്റ്റീൽ റോഡായിരുന്നു നമ്മൾ എടുത്തല്ലേ, നമ്മൾ വരച്ചത് ഈ എടുത്തേക്കുന്നത് ഒരു മൈൽ സ്റ്റീൽ അല്ലെങ്കിൽ ഒരു കോപ്പർ റോഡിൻ്റെ കേസിനകത്ത് വരച്ച ഗ്രാഫാണിത്. ഇനി ഇതല്ലാത്തൊരു കാറ്റഗറി ഉണ്ട്. ഇതിപ്പോൾ നമുക്കിപ്പം എന്തോ പറയണ്ട, ഹ്യൂമൻ ഹാർട്ടിനകത്തുള്ള അയോട്ടയുണ്ട്. അയോട്ട എന്ന് പറഞ്ഞ മെറ്റീരിയലിൻ്റെ ഇതേ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കാന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് പക്ഷേ ഇപ്പം കാണിച്ചാണ് കാര്യത്തില്ല. സോ അതുകൂടെ ഞാൻ വരയ്ക്കാം. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം കറസ്പോണ്ടിങ് ടു അയോട്ട. സോ അതിൻ്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. അതായത് പ്ലാസ്റ്റിക് റീജിയൻ കാണത്തില്ല, ഇലാസ്റ്റിക് റീജിയൻ മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക് റീജിയൻ ഇല്ല, ഇലാസ്റ്റിക് റീജിയൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഹൂക്സ് ലോ ഒബേ ചെയ്യും. ഹൂക്സ് ലോ എന്താണെന്ന് അറിയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അത് ഒബേ ചെയ്യുന്ന റീജിയൻ അല്ലെങ്കിൽ ഇലാസ്റ്റിക് റീജിയൻ ആയിരിക്കും കൂടുതൽ. മോർ ഇലാസ്റ്റിക് റീജിയൻ വിൽ ബി ദെയർ. മോർ ഇലാസ്റ്റിക് റീജിയൻ വിൽ ബി ദെയർ. ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? ഇത് അയോട്ട. ദിസ് ഈസ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ അയോട്ട. ഈ അയോട്ടയൊക്കെ പറയുന്നൊരു, ഈ അയോട്ട പോലത്തെ മെറ്റീരിയലിന് പറയുന്നൊരു കോമൺ നെയിമാണ് ഇലാസ്റ്റോമേഴ്സ്. ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയും. സോ ഇനി 1-2 ടേംസ് ആണ് വരുന്നത്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 ടേം. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നതാണ് ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ്. ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ്. ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റഡ് കുറേ നാൾ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഇതുവാണൊക്കെ യൂസ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പം വലിച്ചു, ഫോഴ്സ് കൊടുത്തു, അതിൻ്റെ ലെങ്ത് കൂടി. ഇനി നമ്മൾ ഈ ഫോഴ്സ് വിട്ട് കഴിയുമ്പം പെട്ടെന്ന് അത് തിരിച്ചു വരത്തില്ല. ദ ഡിലേ ഇൻ റീഗെയിനിങ് ദ ആക്ച്വൽ ലെങ്ത് ആഫ്റ്റർ റിപ്പീറ്റഡ് യൂസ്, ഇതിന് പറഞ്ഞ പേരാണ് ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ്. ഒന്നുകൂടെ പറയാം, നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ വിടുമ്പം അത് പെതുക്കെ തിരിച്ച് അതിൻ്റെ നാച്ചുറൽ ലെങ്ത്തിലോട്ട് വരും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ്. ദ ഡിലേ ഇൻ റീഗെയിനിങ് ദ ഒറിജിനൽ ലെങ്ത് after removal of external force. So ഇതുപോലെ തന്നെ ഒരു ടേം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇലാസ്റ്റിക് ഫറ്റീഗ്. അതായത് നമ്മൾ ഈ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയാണ്, നമുക്ക് റബ്ബർ ബാൻഡിൻ്റെ കേസ് തന്നെ എടുക്കാം. റബ്ബർ ബാൻഡ് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി പോകും. അത് തന്നെയാണ് ഇലാസ്റ്റിക് ഫാറ്റീഗ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് യൂസ് കഴിയുമ്പോഴത്തേക്ക് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി പോകുന്ന ആ ഫിനോമിനൻ, അതിന് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ഫാറ്റീഗ് എന്ന് പറയുന്നത്. സോ ഇലാസ്റ്റിക് ഫാറ്റീഗ് എന്താണെന്നോട് എഴുതാം. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി of an elastic body. It is a property of an elastic body by virtue of which its elastic behavior becomes less elastic under the action of repeated deforming forces. സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ആദ്യം എന്താണ് ഇലാസ്റ്റിക് ബോഡി, എന്താണ് പ്ലാസ്റ്റിക് ബോഡി നോക്കി. എന്നിട്ട് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രമാണ് പഠിച്ചത്. സോ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം എന്തൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു ബോഡി എടുത്തു, സിലിണ്ടറിക്കൽ ബോഡി, അതിനകത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആദ്യം പ്രൊപ്പോർഷണൽ ആയിരുന്നു സ്ട്രെസ് സ്ട്രെയിൻ, പിന്നെ പ്രൊപ്പോർഷണാലിറ്റി മാറി, പിന്നെ നമ്മൾ ഫോഴ്സ് റിലീസ് ചെയ്തപ്പം തിരിച്ച് നാച്ചുറൽ ലെങ്തി വന്നു. പിന്നെയും ഫോഴ്സ് കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫോഴ്സ് റിലീസ് ചെയ്യുമ്പം തിരിച്ച് നാച്ചുറൽ ലെങ്തി വരത്തില്ല, ഓൾറെഡി ഡിഫോർമേഷൻ വന്നു. പിന്നെ നമ്മൾ കൂട്ടി മാക്സിമം വാല്യൂ ആയി. മാക്സിമം വാല്യൂ ആയതിനു ശേഷം ഞാൻ ഫോഴ്സ് കുറച്ച് കഴിഞ്ഞാലും അത് സ്ട്രെയിൻ കൂടിക്കൊണ്ടിരിക്കും, അതായത് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും, പിന്നീട് അത് പൊട്ടി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ പഠിച്ചത്. പിന്നെ ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് പഠിച്ചു, ഇലാസ്റ്റിക് ഫറ്റീഗ് എന്താണെന്ന് പഠിച്ചു. സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. സോ
ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.